കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടിനെതിരായ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ശരണുണ്ട് നമുക്കൊപ്പം. ശരൺ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അപ്പോൾ കോടനാട്ടിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമനുസരിച്ച് പുലിപ്പല്ല് വേടന് കുരുക്കായി മാറുന്നു എന്നുള്ളതാണ്. വേടന് റിമാൻഡ് വരാനുള്ള സാധ്യതയുണ്ടോ? അതൊന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ ഒരു പ്രേക്ഷകൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ കേസിലൊക്കെ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അടുത്തിടെ വേടൻ നടത്തിയ റാപ്പുകളിലെ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പരാമർശങ്ങളും ചിലരെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നുകൂടി ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഗൂഢാലോചന ഇല്ല എന്ന് നില പറഞ്ഞെങ്കിലും ആ ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേടനുമായി ബന്ധപ്പെട്ടവർ പ്രതികരിക്കുമോ? എന്താണ് അറിയാൻ കഴിയുന്നത്? റിമാൻഡിലാകുമോ വേടൻ? അരുൺകുമാർ, ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ വേടനോട് തന്നെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അത്തരത്തിലൊരു മറുപടിയാണ് വേടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമൊന്നുമല്ല, താൻ അങ്ങനെ കരുതുന്നില്ല എന്നുള്ള പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ രണ്ട് നിലയിലുള്ള അന്വേഷണമാണ് വേടനെതിരെ നടക്കുന്നതെന്നുള്ളതാണ് പ്രധാനം. ഒന്ന്, പോലീസിന്റെ അന്വേഷണമാണ്. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം തന്നെ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. 6 ഗ്രാം കഞ്ചാവ് ലഭ്യമായിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ വേടൻ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് താൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ വനം വകുപ്പ് കൂടി വലിയ നിലയിലുള്ള പരിശോധനകളിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിന് തൊട്ടു പിന്നാലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വിട്ട സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുക്കുന്നു. നേരെ ഈ മേക്കപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ആദ്യം നൽകിയ മൊഴി വേടൻ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും വേടൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലീസ് ഇത് കണ്ടെത്തി വിവരം ഈ ഫോറസ്റ്റ് അതായത് വനംവകുപ്പിനെ അറിയിക്കുന്നു. അങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചോദ്യം ചെയ്തപ്പോൾ തുടക്കത്തിൽ ഇയാൾ പറഞ്ഞിരുന്ന മൊഴി തായ്ലൻഡിൽ നിന്നാണ് തനിക്ക് ലഭിച്ചിരുന്നെന്നുള്ളത്. പിന്നീട് ഇയാൾ നൽകിയ മൊഴി എന്ന് പറയുന്നത് തമിഴ്നാട് സ്വദേശിയാണ്. അതായത് മലേഷ്യൻ പൗരത്വമുള്ള തമിഴ്നാട് വംശജനായ രഞ്ജിത്ത് കുമ്പിടിയാണ് ഇത് കൈമാറിയെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമാണ് തനിക്കിത് ചെന്നൈയിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് ഇത്തരത്തിൽ നിയമപ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ കൈവശം സൂക്ഷിച്ചാൽ അതിലൊരു പ്രശ്നമുള്ളതായിട്ട് തനിക്ക് അറിയില്ല എന്നുള്ള മൊഴിയാണ് ഇയാൾ നൽകിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് അറിഞ്ഞിട്ടോ അറിയാതെയോ കൈവശം സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വനംവകുപ്പിന് നടപടികളിലേക്ക് കടക്കാൻ കഴിയും. ആ നിലയിൽ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പായി വന്നിരിക്കുന്നത് ഹണ്ടിങ് ആണ്. അതായത് മൃഗത്തെ വേട്ടയാടിയതിനുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അങ്ങനെ ജാമ്യമില്ലാ വകുപ്പായതിനാൽ തന്നെ ഇനി നേരത്തെ പോലീസ് വിട്ടയച്ചതുപോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കില്ല. സ്വാഭാവികമായിട്ടും കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ തമിഴ് വംശജനായിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടിക്കായുള്ള അന്വേഷണവും വനംവകുപ്പ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പുലിപ്പല്ല് എവിടെ നിന്നാണ് ലഭ്യമായെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതെന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഇനി മറ്റൊരു അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് പോലീസിന്റെ അന്വേഷണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി സ്വാഭാവികമായിട്ടും ഈ കഞ്ചാവിന്റെ സോഴ്സിലേക്ക് എത്തേണ്ടതുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിനകം തന്നെ സോഴ്സ് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യുന്ന ഇടയിൽ ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ നിലയിലുള്ള അന്വേഷണവും വരും മണിക്കൂറുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്തായാലും എഫ്ഐആറിന്റെ പകർപ്പിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ്. ആ പകർപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് 3 പ്രധാനപ്പെട്ട വകുപ്പുകളാണ് വേടൻ അടക്കമുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസിലെ 2ാം പ്രതിയാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് NDPS ആക്ടിലെ 20B ആണ്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിന് പുറമെ 2 വകുപ്പുകൾ കൂടി ഉണ്ടെന്നുള്ളത് എഫ്ഐആറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. NDPS ആക്ടിലെ 27 അത് കൺസപ്ഷനാണ്, അതായത് ലഹരി ഉപയോഗിച്ചതിനാണ്. ഇതിന് പുറമെ തന്നെയാണ് 29 കൂടി ചുമത്തിയിരിക്കുന്നത്. അത് ഗൂഢാലോചനയ്ക്കാണ് ആ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം, കഞ്ചാവ് 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ. അപ്പോൾ 20 കിലോയ്ക്ക് താഴെയാണ്, 6 ഗ്രാം മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മള് പോലീസുമായിട്ട് എനിക്കൊന്നു അത് ശരണപരമായിട്ട് ചോദിക്കുമ്പോൾ ഇതിലെങ്ങനെയാണ് ഈ ഗൂഢാലോചന നിലനിൽക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഒരാൾ സപ്ലൈ ചെയ്യുന്നു, 9 പേരടക്കം ഈ ഒരു മുറിയിൽ ഈ 6 ഗ്രാം കഞ്ചാവുമായിട്ട് പിടിയിലാവുന്നു. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള 8 പേരും പ്രതികളാണ്. ഈക്വലായിട്ടാണോ ഈ 9 പേരും ഗൂഢാലോചനയിൽ പങ്കാളികളാണോ ഈ വേടനൊപ്പം?
അരുൺകുമാർ, ഈ 9 പേരും സമാനമായിട്ടുള്ള 9 പേർക്കെതിരെയും സമാന വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. ഈ 3 വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അത് വേടന് എതിരെ മാത്രമല്ല, വേടൻ ഈ കേസിലെ 2ാം പ്രതിയാണ്. വേടനെതിരെ മാത്രമല്ല, മറ്റുള്ളവർക്കെതിരെയും ഈ 3 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പ്രധാനമായും പോലീസ് ഈ എഫ്ഐആറിൽ പറഞ്ഞു വയ്ക്കുന്നത്, അതായത് ഇന്നലെ ഇത്തരത്തിൽ രഹസ്യവിവരം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റിലേക്ക് എത്തിയിരുന്നത്. ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് അവിടുത്തെ ടേബിളിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ് ലഭിച്ചിരുന്നതെന്നുള്ളതാണ്. ഈ എഫ്ഐആറിൽ പറയുന്നത് ലഹരി ഉപയോഗത്തിനിടയിൽ, അതായത് കഞ്ചാവ് ഉപയോഗത്തിനിടയിലാണ് ഈ 9 പേരും പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കഞ്ചാവ് കൈവശം സൂക്ഷിച്ചിരുന്നു, ഇതോടൊപ്പം തന്നെ വിതരണത്തിനായിട്ട് തന്നെ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് എഫ്ഐആറിൽ പറയുന്നത്. ഏതായാലും ഈ എഫ്ഐആറിലുള്ള, അതായത് ഈ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതിനാൽ സ്വാഭാവികമായിട്ടും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടേക്കുകയാണ്. പക്ഷേ അതിനപ്പുറം ഈ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് വേടനെതിരെ വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള കേസിലും സമാനമായ എഫ്ഐആർ കണ്ടിരുന്നതാണ്. NDPS ആക്ടിലെ 27, 29 വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. വേടനെ പുറത്തിറക്കുന്ന സമയത്ത് വേടനോട് ചോദിക്കൂ, ഇതെന്താണ് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് പുലിപ്പല്ലിന്റെ ഒക്കെ കാര്യത്തിൽ വേടനെതിരെ എന്തെങ്കിലും നീക്കമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വേടൻ എന്താണ് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. അതുകൂടി നമുക്ക് കേൾപ്പിക്കേണ്ടതുണ്ട്. താങ്ക് യു ശരൺ. ശരൺ ഇപ്പോൾ കോടനാട്ട് നിന്നും, വേടൻ ഇപ്പോൾ കോടനാട് റേഞ്ചിലെ വനവകുപ്പ് ഓഫീസിലാണ് ഉള്ളത്. അവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ പുറത്ത് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നുമാണ് കോടതിയിലേക്ക് കൊണ്ടുപോവുക. റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്. കാരണം പുലിപ്പല്ല് എന്നുള്ളത് നിലവിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്, ഹണ്ടിങ് എന്നുള്ളത്. അത് ആ പ്രൊവിഷനാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പക്ഷേ വേടൻ വേട്ടയാടാൻ പോയിട്ടില്ല. വേടനെ ഈ പുലിപ്പല്ല് കിട്ടിയത് മറ്റെവിടെ നിന്നുമാണ്. പക്ഷേ വേടനെ ആരെങ്കിലും വേട്ടയാടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കണ്ടെത്തിയത് 6 ഗ്രാം കഞ്ചാവ്, മുറിയിലുണ്ടായിരുന്നത് 9 പേര്. വീതം വെച്ചെടുത്താൽ പോലും 1 ഗ്രാമിൽ താഴെയാണ്. പക്ഷേ കഞ്ചാവ് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും അത് ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഇന്നിപ്പോൾ അത് നിയമവിരുദ്ധമാണ്.